ഹായ്. വന്നോ? ആ വന്നു. യെസ്. അപ്പം ഹായ് എവ്രി വൺ, ഹാപ്പി ബർത്ത്ഡേ. 2 വർഷമായിട്ട് വർഷമായി. പേളിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന എനിക്ക് എല്ലാവർക്കും മാത്രമല്ല, ഞങ്ങൾക്ക് അതെ. രണ്ടുപേർക്കും ഇത്രയും സപ്പോർട്ട് തന്ന് നിങ്ങളുടെ ഈ പേജിന് ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ഓൾ ഓഫ് യു. ബർത്ത്ഡേ. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേജാണ്, വെരി സ്വീറ്റ് ആയിട്ടുള്ളൊരു പേജാണ്. സോ ഹായ് മാസി. ഹായ്. മാസിനെ ക്യാമറയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒരു മിനിറ്റ്. മാസിനെ എല്ലാവർക്കും കാണണമെന്ന് ഭയങ്കര അതെ, അപ്പം നമുക്ക് മാസീനെ ക്യാമറയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഫൈനലി നമ്മള് ഹലോ മാസി ഡിക്ലൈൻ ചെയ്തു. അത് വൈ? ഹലോ മാസിന്ന് ക്യാമറയില് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോ ഡിക്ലൈൻ ചെയ്തു. ദിസ് ഇസ് നോട്ട് ഫെയർ. അതെ, ഞങ്ങൾക്ക് മാസീനെ ഒന്ന് കാണുന്നുണ്ട്. ഹായ് ഹായ് ആതിര. ഹായ് ആതിര. ഹായ് കവിത. കവിത ഹായ്. ഹായ് ആശ. ആശ ഹായ്. മാറി വന്നു കേട്ടോ. ഹായ് ജയ്. ഹായ് ഷോം. ഹായ് സോന. ലൈവ് കണ്ടായിരുന്നോ? ലൈവ് കണ്ടു. സുഖാണ്, ഇവിടെ എല്ലാവർക്കും സുഖാണ്. അവിടെ എല്ലാവർക്കും സുഖല്ലേ? വീട്ടിലെല്ലാവരും സുഖല്ലേ? വർണ്ണ ഹായ്. ഐഷ ഹായ്. മാസി എന്താ മുങ്ങിക്കളഞ്ഞേ? അതെ, somebody join with us. ഈ അതെ. ലൈവില് ഒരാള് രണ്ട് മൂന്ന് പേര് ഞങ്ങൾക്ക്. വസന്ത ആന്റി വരൂ. ഇന്ന് ജ്യോതി ആന്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ വിഷിംഗ് ജ്യോതി ആന്റി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ജ്യോതി ഞങ്ങൾ ആന്റി. മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ട് മെസ്സേജും ചെയ്തു. എങ്കിലും ഈ ഇതിലും ഒരു അതെ. ഹാപ്പി ബർത്ത്ഡേ. സുഖാണ്, സുഖമായിട്ടിരിക്കുന്നു. ഹായ് ജാൻസ്, എന്തൊക്കെ വിശേഷം? എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുക പേളിയോട്. ലവ് യു പേർലിഷ്. താങ്ക് യു ശിവ. താങ്ക് യു ശിവ. ശിവ കുറെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. എല്ലാരും ചെയ്യുന്നുണ്ട്. പക്ഷെ ശിവ കൂടുതൽ എവിടെയൊക്കെയോ കമന്റ് കാണാം. കിളവൻ മുങ്ങിന്ന് ആരെ മാസം. മറ്റേ മാസിന ഒരു കിളവൻ പാവം. താങ്ക് യു സോന. I'm also waiting. വേഗം വരും ലൂഡോ, എല്ലാരും കാണണം കേട്ടോ. നെറ്റ്ഫ്ലിക്സിലാണ് വരാൻ പോകുന്നത്. മാസി അങ്കിൾ മുഖം കാട്ടില്ല എങ്കിൽ പിന്നെ മാസ്ക് വെച്ചിട്ട് വന്നാ പോരെ? മാസ്ക് വെച്ചിട്ട് യു കെൻ കം. നോ, ആർക്ക് വേണമെങ്കിലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഐ തിങ്ക് ലെറ്റ്സ് ഡു ദാറ്റ്. ആ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് ധൈര്യത്തോടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ. അതായത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചോദിക്കാം. ഞങ്ങൾ ഇന്ന് ആക്ച്വലി ഇത് 3ാമത്തെ ലൈവാ. ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ട് വെറുപ്പിക്കുന്ന ആള് ഞാനാണ്. ആര്? ഷോണോ? അങ്ങനെയൊന്നുമില്ല, വെറുപ്പിക്കൽസ് ഒന്നുമില്ല. താങ്ക് യു ഫോർ ദ ടാഗ്സ്. ഞങ്ങൾക്കും മാസിയെ കാണണം. എടാ ഞങ്ങൾക്കും കാണണം, എല്ലാവർക്കും കാണണം. മാസി മാസി കുറെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കല്ലോ. അങ്ങനെ ഒരു പേരാണ് മാസി മാസി. മാസിയുടെ എന്താ പറയാ, പോസ്റ്റുകളും ഭയങ്കര കോമഡിയാണ്. ഭയങ്കര രസത്തിലുള്ള സാധനങ്ങൾ. ക്യാപ്ഷനൊക്കെ നിങ്ങൾ എങ്ങനെ എഴുതണേ? എനിക്ക് ചില സമയത്ത് നിങ്ങളുടെ ഗെയിംസും ശരിക്കും നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേജസ് ആണ് നിങ്ങളുടെ പേജും. ഭയങ്കര രസമാണ് നിങ്ങളുടെ കമന്റ്സ് ആവട്ടെ, നിങ്ങളുടെ പോസ്റ്റുകളുടെ ക്യാപ്ഷൻസ് ആവട്ടെ, നിങ്ങൾ പോസ്റ്റ് ഇടുന്ന കാര്യങ്ങളാവട്ടെ, എല്ലാം ഭയങ്കര എന്താ പറയാ. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേജിൽ ഒന്ന് കയറിയാ വി ഫീൽ ഹാപ്പി. അതെ, നല്ല പോസിറ്റീവ് ആണ് എല്ലാ പോസ്റ്റും. നന്നായിട്ട് ഞാൻ അധികം നിന്റെ ഫാൻ പേജിലാണ് കയറി നോക്കുക. അതെ, നമ്മുടെ ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ പോലെ ഒരു ഫീലിംഗ് ആണ് ഈ ഗ്രൂപ്പിൽ കയറുമ്പോ. ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ. ഷീല, നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഖാണ്, സുഖമായിട്ടിരിക്കുന്നു. മുസാമി ഹലോ. ഹായ്. വിദ്യ ഹായ്. അപ്പൊ ആരാണ് ഇത് ലൈവില് വരാൻ പോകുന്നത്? ആരുമില്ലേ? മോളി. ഏത് മോളി? എന്റെ അമ്മയാണോ? മോളി ബാബ്സ്. നിങ്ങളൊക്കെ മാസീനെ വിളിക്കാണ്ട് നിങ്ങൾ വാ. ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓടി വരും. എന്റെ പോയി അത് ഇട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇടണ്ടായിരുന്നു എന്നൊക്കെ. കോമഡി. ബിക്കോസ് ഞങ്ങൾ 10-15 മിനിറ്റിൽ അത് മാറി ഓടി നടന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഒരു 2 hours ചുമ്മാ എടുത്ത് എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇനി ഇടണോ എനിക്ക്
ക്യാമറ ആംഗിൾ ഒന്നും കൊള്ളില്ല, ലൈറ്റ് കൊള്ളില്ല എന്നൊക്കെ പറയും. ശ്രീനിയൊക്കെ ഇട്ടോ, നീ എന്തായാലും ചെയ്തല്ലേ, അങ്ങനെയാണ് ഇട്ടത്. രാഹുൽ ഹായ്, ഹലോ ഹലോ ജിഷ, സോന ലൈവ് വരാം, ഇൻവൈറ്റ് ചെയ്യൂ. അത് എങ്ങനെയാ ചെയ്യണ്ടേ? ഓ ഞങ്ങളാണോ ഇൻവൈറ്റ് ചെയ്യണ്ടേ? അവരെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കി. ഓക്കെ, അത് ഓൺ ചെയ്തിട്ടുണ്ട്, അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്രൂവ് ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ വരുമല്ലോ, ഫേസ്ബുക്കിൽ അധികം. ഈ ഗ്രൂപ്പിന്റെ സ്പെഷ്യാലിറ്റി ഇന്നസെൻസ്, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എന്താ പറയാ, കുറെ കുഞ്ഞു പിള്ളേരുടെ മനസ്സുള്ള ആൾക്കാര്, ഭയങ്കര സ്നേഹം, അതാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതെങ്ങനെയാ നമ്മൾ ആഡ് ചെയ്യുന്നത്? ഈ കുട്ടിയുടെ ആഡ് ആവുന്നില്ല. വേറെ ആരെങ്കിലും ട്രൈ ചെയ്യാം. അനീഷ വിജിലേഷ്, ആ കുട്ടീനെയാണ് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തത്. കാൻ ബ്രിങ് ഓൺ ക്യാമറ ഓൾറെഡി. അതിപ്പം ഇൻഡു അമർത്തിയിട്ട് അവസ്ഥ പൊളിയാണ് കേട്ടോ. ഗോപിക താങ്ക് യുടാ. അനീഷ താങ്ക് യു. അനീഷ വി ആർ ട്രൈങ് ടു ആഡ് യു, പക്ഷെ നടക്കുന്നില്ലടാ. അപ്പൊ വേറെ ആള് ഈ ഷിനോബിയ, സിസിലി കാൻ ബ്രിങ് ഇത് ചെയ്യും. ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. താങ്ക് യു ജിഷ. വസന്ത ആന്റി താങ്ക് യു. നിമ്മി ഹായ്. നിമ്മി ഹായ്. നിമ്മി. ലുബി ജാമിൽ പോയി. സവിതാറാം താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കാ കൂടുതൽ? ആർക്കാ? എന്റെ കൈ താഴെ ഉണ്ട്, ഇവിടെ നോക്കും. അവസ്ഥ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? അത് ഞാൻ പറയാം. ഞാനും ശരത്തും അന്ന് ഇവിടേക്ക് വന്നതാണ്. അപ്പൊ പേളിന്ന് പ്ലേറ്റ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ശ്രീനി, ശരത് വേഗം വാ വേഗം വാ എന്ന് വിളിച്ചു. അപ്പൊ ഞങ്ങൾ വേഗം പോയി നോക്കി, എന്തോ അവിടെ പല്ലി എന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് പോയതാ. പെട്ടെന്ന് എനിക്കൊരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഇത് ചെയ്യും. എന്താ സ്റ്റോറി? നിങ്ങൾ പോയി ടേബിളിലിരിക്കും, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായ ഒരു, അങ്ങനെ പാത്രം കഴുകുമ്പോ ഉണ്ടായ ഐഡിയ അവസ്ഥ. അതെ, പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഷൂട്ടിംഗ്. അന്ന് തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി എല്ലാം റെഡിയാ. അതെ. ഷമീം ജാട ഇല്ലേ ഒരു ഹായ്. ഹായ് ഒട്ടും ജാട. ഹായ്. ബിഗ് ബോസ് അവസ്ഥ. മറ്റേ ബിഗ് ബോസ് നമ്മളിങ്ങനെ വീട് എങ്ങനെ അത് ഞങ്ങൾ വെറുതെ ചെയ്ത്, അത് ലാസ്റ്റ് മിനിറ്റ് എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാൻ വെച്ചത് വെക്കണം, ഇത് വർക്ക്ഔട്ട് ആവോ എന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെ ഹാപ്പി ആക്കാൻ അതിടാം. ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റണേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ബിക്കോസ് കുറച്ച് ഭയങ്കര ചാലഞ്ചസോടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഓൾറെഡി. ബിക്കോസ് ലോക്ക്ഡൌൺ ടൈമില് കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിന് ഇപ്പം കുറച്ച് ചാലഞ്ച് വരുന്നുണ്ട്, പക്ഷെ അത് പറ്റണേ എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മൾ ചെയ്യും. ലേറ്റ് ആയാലും നിങ്ങൾ കണ്ടാൽ മതി. സേഫ്റ്റി അല്ലേ ഫസ്റ്റ് വരിക. നിങ്ങൾ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് വരുമ്പോൾ വി ഷൂട്ട് ദ നെക്സ്റ്റ് എപ്പിസോഡ്. റീസെന്റ് ആയിട്ട് എപ്പോഴാണ് അടിപൊളിയത്? ഇന്നലെ തലേനൊക്കെ വേണ്ടി അടി ഉണ്ടാക്കി. എന്റെ തലോണ എടുത്തോണ്ട് പോകും. 2 തലോണ വേണം ആശാന് ഉറങ്ങാൻ. അപ്പൊ ഞാൻ എന്റെ മുടി ഇല്ലേന്നാണ് പറയുന്നത്. അതെ, അത് ഇങ്ങനെ ബണ്ണാക്കിയ നല്ല ഉറങ്ങാൻ പറ്റില്ല അല്ലേ? സീ കേരളത്തിൽ എന്തോ പോയി എന്ന് തുടങ്ങും.
ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വി ഹാഡ് ഫിനിഷ്ഡ് ഷൂട്ട്. ആ ഷൂട്ട് ചെയ്ത എപ്പിസോഡ്സ് ആണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. റേറ്റിംഗ് വന്നായിരുന്നു 1.6. നല്ല റേറ്റിംഗ് ആണ്. പിന്നെന്താണ് പോളിഷ് സീസൺ 2 കൊറോണ കഴിഞ്ഞാൽ ഉണ്ടാകുമോ? എന്തായാലും അതാണ് ജീവിതം. അതെന്തായാലും ഉണ്ടാവും. നമുക്ക് എന്താന്ന് വെച്ചാല് വി വാണ്ട് ടു ഷൂട്ട് നന്നായിട്ട്. നമുക്ക് ഭയങ്കര പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു സീസൺ 2 പ്ലാൻ ചെയ്തത്. പക്ഷെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ വയ്യാണ്ടായി പോയടാ. അവസ്ഥയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. ആരാണ് അത്രയും വെയിറ്റ് ചെയ്യുന്നത്? നവാസ്. ഹായ് നവാസ്. ജോഷ്ന ഹായ്. സഹിത, ജാൻസ്, ശ്രീനി ചേട്ടൻ ചുള്ളനായിട്ടുണ്ടെന്നോ? അതല്ല പറയുന്ന ജാൻസ് ആണ് പറയുന്നത്. പേളി ചേച്ചിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ ശ്രീനി ചേട്ടൻ ചൊല്ലുന്ന മന്ത്രം ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാലില് ഈ സാധനം കെട്ടിയിട്ടുണ്ട്. കണ്ണ് തട്ടാതിരിക്കാൻ ഞാൻ മോതിരം തന്നില്ലേ? പിന്നെ ആനവാൽ ലൈവില് കാലൊക്കെ എടുത്ത് കാണിച്ചു. ഇനിയിപ്പൊ നാളെ അതായിരിക്കും ന്യൂസ്. പേളി ഒരു അടിപൊളി ഒരു സ്ക്രിപ്റ്റ് കാലൊക്കെ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്ത പൊളിക്കും. നിങ്ങളും പറയും. ഇല്ല ഏറ്റുവാക്കാൻ ഇനി എന്റെ ജീവിതം ബാക്കി. How are you doing, beautiful couples? Mini Gopinath. Hi, Mini. Hello. Mini ചേച്ചി. ഞാൻ അവരൊക്കെ എടാ പോടാ ബന്ധാണ് ഇവരായിട്ട്. ശ്രീനിക്ക് വേണ്ടി വാങ്ങിയ നൈറ്റ്. എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ഞാനത് എനിക്ക് വേണ്ടി വാങ്ങിയ നൈറ്റ്. അത് ഞാൻ ഇനി യൂസ് ചെയ്യില്ലാന്ന് തീരുമാനിച്ചു. സത്യം പറയാ, പണ്ട് എന്റെ വീട്ടില് എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റേയോറിനൊക്കെ വരുമ്പോ അവൾമാർക്ക് ഇടാൻ ഞാൻ കൊടുക്കുന്നത് ഒരു നൈറ്റി ഉണ്ട് സ്ഥിരം. ആ നൈറ്റിയാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുക. അവര് എന്തെങ്കിലും പേളി ഇടാറുണ്ടോന്ന് ചോദിച്ചു. ഞാനൊരു നൈറ്റി, അതാവുമ്പോ എല്ലാ സൈസ് ആൾക്കും ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം. അപ്പൊ ഈ ഷൂട്ടിന്റെ സമയത്ത് അത് ഞാൻ ശ്രീനിക്ക് കൊടുത്തതാണ്. അങ്ങനെയാണ് ആ നൈറ്റി ഉണ്ടായത്. പേളിന്റെ പരിപാടി കാണാറുണ്ട്. താങ്ക് യു ജാൻസ്. അയ്യോ ക്ലാസ് എവിടെ? ക്ലാസ് ഇവിടെ തന്നെ കറങ്ങി നടപ്പുണ്ട്. അവൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയ വന്നാൽ അവള് വരും തിരിച്ചു. അയ്യോ പണി പാടില്ല സോങ്ങിന്റെ ഡാൻസ് ചാലഞ്ച് ഡാൻസ് സ്റ്റെപ്പ് പൊളിച്ചു. ഞാൻ തലയും കൂടി താഴെ വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെ ഞാനും കണ്ടു. ഞാൻ എല്ലാം പെട്ടെന്ന് എടുത്ത് പോകുന്നടാ. ഞെട്ടും. അത് പിന്നെ സഹിക്കാം. ആ ഹെഡിങ് പിന്നെ സഹിക്കാം. കാല് പൊക്കി കാണിച്ചു, കാല് കാണിച്ച് പേടിപ്പിച്ചു ഫാൻസിനെതിരെ എന്നൊക്കെ പറയുന്നത്. ആലുവയിൽ ലോക്ക്ഡൌൺ ഇല്ലേ? പെട്ടുപോയി അല്ലേ? ഞങ്ങൾ പക്ഷെ ഇപ്പം ആലുവയിലല്ല. ആലുവയുടെ അടുത്തായിട്ടൊരു ഏരിയയിലാണ്. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് അത് മാത്രമേ ഉള്ളൂടാ. അതാണ് നമ്മുടെ മെയിൻ. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, TV കാണുക. എന്തൊരു ജീവിതമാണ് ഇത്. ആരും എന്താ ഒന്നും പറയാത്തത്? പിന്നെന്താ? അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ ലൈവിൽ വന്നതിന് സന്തോഷം. ഇനിയും നിങ്ങൾക്ക് വർഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയട്ടെ. 2 വർഷം നിങ്ങൾ അടിച്ചുപൊളിയായി പിടിച്ചു നിന്നു. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇനി എന്തായാലും എപ്പോഴും എന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ വേണം. ഓൾവേസ് ബി ദെയർ വിത്ത് us. ഡീഫ ഡാൻസ് ഇനി വരുമെങ്കിൽ വരുമോ? സൂര്യക്ക് ടീഷർട്ട് കൊടുക്കുക പ്ലീസ്. സൂര്യ ഒരു ചാർജർ പോലും ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നീ എന്റെ കയ്യിലുള്ള ഷർട്ട് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അത് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ട് ഇട്ടോളൂ പ്ലീസ്. എന്റെ സ്ക്രിപ്റ്റിൽ ഇടപെടരുത്. ശ്രീനിയുടെ പണിപാളി ചാലഞ്ചിനായിട്ട് വെയിറ്റിംഗ്. അത് ഓൾറെഡി പാളി. യക്ഷി വന്നല്ലോ എന്നാണ് ഞാൻ വരാം. അത് മുഴുവൻ പണിപാളി യക്ഷി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോ എന്റെ സീന് കിട്ടാം. ചേച്ചി ഓൾവേസ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ശരിയായതിനു ശേഷം വി ഷുഡ് ഹാവ് അനദർ ഗെറ്റ് ടുഗദർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. കേക്കൊക്കെ മുറിച്ച്
പാട്ടൊക്കെ പാടി ഞങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളൊരു ഫാമിലിയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഇപ്പം ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്നതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആയിട്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. പിന്നെന്താണ്, നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ മനസ്സിൽ ഭയങ്കര നന്മയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. സോ ഓൾവേസ് ബിലീവ് ദാറ്റ്. സീരിയസ് കാര്യമാണ്. ഒന്നും പറയില്ല. നവാസ്, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഒന്നും പറയല്ലടാ, അത് നത്തിങ്, ജസ്റ്റ് ലീവ് ഇറ്റ് എന്നുള്ളതാണ്. ആരെയാ മൈൻഡ് ചെയ്യേണ്ടത്? ഞാൻ പണ്ട് ക്ലാസ്സിൽ ലീഡർ ആയിരുന്നപ്പോ മൈൻഡ് ചെയ്തിട്ടുണ്ട്. മൈൻഡ് ദ ക്ലാസ് എന്ന് പറയില്ലേ? ശ്രീരാജേ ഹായ്. സോറി കണ്ടില്ലടാ, ആരും പറഞ്ഞില്ല. ശ്രീനി ഇനി മീശ പഠിക്കണ്ട, ഇതാണ് സൂപ്പർ. അതെന്താന്നോ? അതാണ് നല്ലത്. ഞാൻ മുടി മൊട്ട അടിച്ച എങ്ങനെ ഇരിക്കും? മീശ പഠിച്ചിട്ടാണ് ഞാൻ പണ്ട് അതാ മുടി വേണം, ഈ താടിയാണ് നല്ലത്. എനിക്ക് ചൊറിയാൻ ഈസിയാണ്, ചൊറിഞ്ഞോണ്ടിരിക്കാൻ. മറ്റേത് കുത്തും നമുക്ക് ഇങ്ങനെ എവിടെയൊക്കെ. ഐഷ പ്ലീസ് എനിക്ക് മതി പാട്ട് നിങ്ങൾക്ക് കേൾക്കണം. യൂട്യൂബിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ടൈപ്പ് ചെയ്യുക, ഇയർഫോൺസ് ഒക്കെ കേൾക്കുക. എന്റെ രാഗവും കാളരാഗവും ഒക്കെ കേട്ട് നിങ്ങൾ പ്ലീസ്. അത് പിന്നെ അടുത്ത പണിപാളലായിരിക്കും. ട്രിം ചെയ്താൽ മതി. ചേട്ടാ കേട്ടില്ലേ? തീർച്ചയായിട്ടും രണ്ടും നന്നായിട്ടുണ്ട് ശ്രീനി. താങ്ക് യു മിനി ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ കമന്റും കൂടെ വായിക്കോ? ഷാലോം സാം, ജയ്മോൾ. ഹായ് ജയ്മോൾ. ഡാൻസ് സിംഗിങ് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നു. പേളിയുടെ പാട്ട് നിന്റെ പാട്ട്. ഓ, ഞാൻ ഇത്ര വലിയ ഗായികയായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. കണ്ടില്ലേ, അപ്പം തന്നെ അടുത്ത കണ്ടു. എങ്ങനെ നീ നന്നായി പാടിയത് ആരും കേട്ടിട്ടില്ല. ഇല്ലടാ, ഞാൻ I don't like that, you know. അതെന്റെ ഒരു സീക്രട്ടാണ്. എന്റെ ഒരു ആ സൈഡ് ആരും കാണരുത്. എന്റെ അടുത്തുള്ള ഗായികയെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നാൽ ശരിയാവുക. ചേച്ചി ചേട്ടാരെ ഹായ് തരും. എങ്ങനെ തരും? ന്യൂ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെ, ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോജക്റ്റ്. വീട്ടിനകത്ത് തന്നെ ഇരുന്നൊരു അഭിനയമാണ്. അപ്പൊ പിന്നെ ഈ പ്രോജക്റ്റ് ഒന്ന് തീരട്ടെ. ബിക്കോസ് ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആണല്ലോ. ഷൂട്ടിംഗ് ഒക്കെ വർക്ക് ഫ്രം ഹോം അല്ലല്ലോ. സോ വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു കൺസിഡർ. സാമു, ഹായ് സാമു. അപ്പൊ എന്തായാലും അതിപ്പോ ഞാൻ പാടിയതല്ലേ ഉള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ വേറൊരു പാട്ട് പാടാം. ഞാൻ ആലോചിക്കട്ടെ, അതുവരെ ശ്രീനി സംസാരിക്കൂ, ഞാൻ ചിന്തിക്കട്ടെ. ഹലോ ഗൈസ്, ഹലോ. ലൂഡോ റിലീസ് പെട്ടെന്ന് ഉണ്ടാവും. പെട്ടെന്ന് പാട്ട് പാടും. ഞാൻ ആലോചിക്കും. ബോളിവുഡ് മൂവി പേളിയുടെ ലൂഡോ പെട്ടെന്ന് റിലീസ് ആവും. നെറ്റ്ഫ്ലിക്സിലാണ് വരാൻ പോകുന്നത്. ഡേറ്റ്സ് ഒക്കെ ഞാൻ പിന്നെ പറയാം. അത് ഭയങ്കര സീക്രട്ട് ആണോ. അവര് വലിയ ആൾക്കാരാണ്. അപ്പം നമുക്ക് ഭയങ്കര റൂൾസ് ഒക്കെയാണ്. അത് പറയരുത്, ഇത് പറയരുത്. പിന്നെ ഞാനൊന്നും അവര് പറയുന്നത് മാത്രം ചെയ്യാവുള്ളൂ. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ബിക്കോസ് അവര് വലിയ പ്ലാനിങ്ങിലാണ് ഇത്രയും പേര് ഒരുമിച്ച് ചെയ്യുന്നത്. സമയമാകുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയും. എല്ലാവരും നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. അത് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? എന്താ ഫുഡ് കഴിച്ചത് രണ്ടാളും? ഇനിയിപ്പോ ദോശ ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ്. രാത്രിയല്ലേ. ഉച്ചക്ക് ഞങ്ങൾ തക്കാളിച്ചോറ് ഉണ്ടാക്കി കഴിച്ചു. ഒന്ന് എടുത്തിട്ട് അതിനെ കാണിച്ചു കൊടുക്കാം. കുറച്ച് ബാക്കി. ഞങ്ങൾ കൊതിയുണ്ട്. ഞങ്ങൾ ഇന്ന് ഫ്ലാറ്റിൽ. ഹായ് വർണ്ണ. ശ്രീലത, congratulations. എന്തിനാ? What lesson you learned? എന്താ ആന്റി?
എന്ത് ലെസൺ ആണ് സ്കൂളിലെ ലെസൺ ശരിക്കും. സത്യ എന്ന പെൺകുട്ടി സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി താങ്ക് യു. ലക്ഷ്മി പ്ലാസ്റ്റിക് ട്രൈ ചെയ്തു. നന്നായി. ഞാൻ ആലോചിക്കട്ടെ, നിങ്ങൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യണേ. റീൽ ഡാൻസ് ഫുൾ വേണം. റീൽ എനിക്ക് വന്നില്ല, പേളിയുടെ ഫോണിൽ വന്നു. എന്റെ വന്നേരെന്ന് വെച്ചാൽ ഞാൻ കുറെ എടുത്തു. ശ്രീനിയുടെ തുടങ്ങാറായി. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കണ്ടോളൂ. ഞങ്ങൾ പോട്ടെ, ഞങ്ങളും പോയി കാണട്ടെ. എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു? ചന്തു മോൾക്കൊരു ഹായ്. ഹായ് ചന്തു മോൾ. സത്യ തുടങ്ങാറായി. നിങ്ങൾക്ക് ചെറിയ ചെയർ കിട്ടിയോന്നോ ബിഗ് ബോസ്? ഇല്ല, അത് കിട്ടിയിട്ടില്ല. ഞങ്ങള് വേറെ ചെയർ, സോഫ വാങ്ങിച്ചു. അതല്ലേ നല്ലത്. അതാകുമ്പോ നമുക്ക് വിശാലമായി ഇരിക്കാലോ. പേർലിഷ് പെരുത്തിഷ്ടം ഫിൻസി ഫിൻസിയ. ചേച്ചി എന്നെ കൂടി ഒന്ന് മൈൻഡ് ചെയ്തു. അൻഷമോൻ പാട്ട് എനിക്ക് ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നത്. കൊറേ പാട്ടുകൾ ഇങ്ങനെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെയാണ് ഐഫോൺ. രാജ്കുമാരിക്ക് കൂടെ ഹായ്. രാജകുമാരി ഹായ്. ഷിയാസായി കോണ്ടാക്ട് ഉണ്ടോ? ഏയ്, ബിഗ് ബോസിന് ശേഷം അവനെ കണ്ടിട്ടേ ഇല്ല. ഡെയിലി വിളിക്കും. ഡെയിലി വിളിക്കുന്ന മാത്രല്ല, അവൻ എന്തിട്ടാലും ശ്രീനി താഴെ പോയി ഒരു കമന്റ് ഇടും. അവനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് മാത്രം. ഞാൻ പറയും എന്തിനാ അവനിങ്ങനെ ചൊറിയുന്നതെന്ന്. ഇന്നും കൂടി അവൻ ഷിയാസ് പഴയ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഫോട്ടോ ഇട്ടിട്ട് ശ്രീനി താഴെ. ഓ, അപ്പൊ വോളിബോൾ ഒക്കെ കളിക്കാറുണ്ടല്ലോ. ഞാൻ പറയും ഈ കമന്റ് ആണ് പോയത് എന്ന് പറഞ്ഞു. വരും ഫണ്ണി നൈറ്റ്സിൽ ഇവരുടെ എപ്പിസോഡ് ഇറ്റ് വിൽ കം സൂൺ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പാട്ട് എന്ത് പാടുന്നു? മാസി മുങ്ങി. പാട്ട് പാടിക്കുന്നു. நிலா காய்கிறது, நிலம் தேய்கிறது, யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் அதை காணும். தென்றல் போகின்றது, சோலை சிரிக்கின்றது, யாரும் ரசிக்கவில்லையே, சின்ன கைகள் மட்டும் அதை தீண்டும். താങ്ക് യു. ഇതിന്റെ അർത്ഥം ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മളത് കാണണം. നമ്മൾ എത്ര വിഷമിച്ചിരുന്നാലും നേച്ചർ ഇസ് ഓൾവേസ് ദെയർ ടു ടേക്ക് കെയർ ഓഫ് us എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്ക് രാത്രിയൊക്കെ പോയി ആകാശത്തൊക്കെ നോക്കി നക്ഷത്രങ്ങൾ ഇരുന്ന നമ്മൾ ഹാപ്പി ആയിരിക്കും. വന്നു. ഹായ് ദിലീപ്. ഹായ് ദിലീപ്, ഹൗ ആർ യു? ഹായ്. എന്താണ് ലാസ്റ്റ് ദിലീപ് എത്തി, ഒരാളെങ്കിലും വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വരാത്തതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഹൗ ആർ യു ദിലീപ്? ഹൗ വാസ് ലോക്ക്ഡൗൺ? ലോക്ക്ഡൗൺ ഞാൻ ഉടുപ്പിയിലാണ്, കർണാടക. ഓക്കേ, അവിടെ എന്താണ് അവസ്ഥ? ഇവിടെ കുഴപ്പമില്ല, അത്ര കുഴപ്പമില്ല. ಊಟ ಆಯ್ತಾ? ಊಟ ಆಗ್ಲಿಲ್ಲ. ಊಟ ಆಗ್ಲ? എനിക്കറിയാല്ല. അത് തെലുങ്കല്ലേ? തെലുങ്ക് അറിയില്ല. ಊಟ ಬೇಕು. ഇല്ല ഇല്ല. അവിടെയാണോ സെറ്റിൽഡ്? ഇവിടെ സെറ്റിൽഡ്. ഫാമിലി ആയിട്ടാണ്? അതെ. എന്തൊരു പുഞ്ചിരിയാന്ന് നോക്കി. അയ്യടാ,
സുന്ദരൻ. ഒരു അയ്യോടാ. മിനിറ്റ്, ഞാൻ അമ്മേനെ വിളിക്കട്ടെ. ഓടരുത് നാളെ വരുന്നതാണ്. അമ്മേനെ വിളിക്കട്ടെ. ഹായ് അമ്മി. അമ്മേനെ വിളിക്കാൻ പോകുന്നത്. താങ്ക് യു അമ്മടാ, അമ്മ. പാട്ടിന്റെ. താങ്ക് യു എല്ലാരും കൂടി പട്ടേരും കൂടി ആക്കരുത്. ദിലീപിന്റെ അമ്മ എവിടെ? അമ്മ കുളിക്കാൻ പോയിന്ന് ഇപ്പൊ. കുളിക്കാൻ കണ്ടൊരു നേരം. എന്തായാലും ദിലീപിനി എന്താണ് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? കേരളത്തിക്ക് ഇപ്പൊന്നും പ്ലാൻ ഇല്ല, ലോക്ക്ഡൌൺ എല്ലാം കഴിഞ്ഞിട്ട്. ആ, നാട്ടില് ശരിക്കും എവിടെയാ? കോഴിക്കോട്. കോഴിക്കോടാണ്. ഓക്കെ. അപ്പൊ അമ്മ അവിടെ എന്തൊക്കെ ഫുഡാണ്? അടിപൊളി ഫുഡൊക്കെ ആയിരിക്കുമല്ലോ ഇന്ന്. ഓ ആ, ലോക്ക്ഡൌൺ സമയത്ത് അമ്മ ഉണ്ടാക്കണേൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇപ്പൊ ഉണ്ടാക്കുന്ന അമ്മ സൺഡേ ബിരിയാണി ഉണ്ടാക്കും. നമ്മളെ പോലെടാ. ഞങ്ങൾക്ക് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഏത് ഡേ ആ സൺഡേ ഇപ്പൊ അറിയില്ല, അതാണ് പ്രശ്നം. ബിരിയാണി ഉണ്ടാക്കണ ഡേ ആണ്, ആ ഡേ ആണ് സൺഡേ. പണ്ടൊക്കെ സൺഡേ ഏത് ഡേ ആന്ന് പോലെ, എന്തൊരു ഡേ, അതാണ് ഒരു ഡേ എല്ലാ ദിവസവും. പിന്നെ എന്താണ് ദിലീപ്? അപ്പൊ താങ്ക് യു സോ മച്ച് ദിലീപ്, ഈ ഒരു ലൈവിൽ അമ്മ വന്നു. അമ്മ വന്നാ? അമ്മ ആ, പളി. കുളിച്ചോ? സുന്ദരിക്കുട്ടി ആയല്ലോ, കുളിച്ച് ഫ്രഷ് ആയി. അമ്മ എല്ലാ ഞായറാഴ്ചയും ബിരിയാണി വെക്കുന്നു ദിലീപ് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ നമുക്കും ബിരിയാണി ഒക്കെ തരണം. എന്താ? ഹായ് അച്ഛാ. അല്ല അച്ഛാ, കുഴപ്പമില്ല, കുറച്ച് മതി. നമ്മളിപ്പോ ലോക്ക്ഡൌൺ സമയത്ത് ആരെങ്കിലും ഷർട്ടിടും? അച്ഛാ, ഹലോ അച്ഛാ. ഹായ് ബ്രദർ. ബ്രദർ ആണോ? ഹലോ. എല്ലാവർക്കും ലോക്ക്ഡൌൺ ദിന ആശംസകൾ. സുഖാണ്. അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരിക്കും. അതെന്തായാലും ഉണ്ടാവും. ദിലീപ് പറഞ്ഞു അപ്പൊ ബിരിയാണിയാണ്. ഒരു ദിവസം ബിരിയാണിയുടെ വീഡിയോ എടുത്തിട്ടേ റെസിപ്പി ദിലീപ് പേജില് ഒന്ന് പോസ്റ്റ് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും കഴിച്ച് ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ 4 പേരുടെയും ചിരി കാണാൻ നല്ല രസമുണ്ട്. അച്ഛൻ ഒന്നും കൂടി ചിരിച്ചാ ആ ഫ്രെയിം കറക്റ്റ് ആയി. ഇപ്പൊ കറക്റ്റ് ആയി. എന്തായാലും താങ്ക് യു ദിലീപ്. അപ്പൊ ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ. സീ യു. അപ്പൊ എന്തായാലും ദിലീപ് വന്നു നമ്മുടെ ചാറ്റില്, ലൈവില്. ഇതുപോലെ വേറെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. വസന്ത ആന്റിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ഗെറ്റ് ടുഗദറിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മള് ബീച്ചിൽ പോയതൊക്കെ. ഷമീമേ, ഞാനൊന്ന് ഓടി നടന്ന് ബജ്ജി, കക്കിറച്ചി എന്തൊക്കെയോ കഴിച്ചിട്ട് എന്തോരം ഞാൻ കഴിച്ചത്. ശ്രീനി പറയുമായിരുന്നു വയറുവേദനെടുക്കും, അധികം കഴിക്കരുത്. എന്നിട്ട് ഞാനിങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ, ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പൊട്ടേറ്റോ എന്തൊക്കെയോ ചെയ്തടാ നമ്മള്. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി കുറച്ചേരം ഞാനും ശ്രീനിയും. ബിക്കോസ് ഞങ്ങൾ അന്നൊക്കെ അധികം ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റാറില്ലല്ലോ, കല്യാണം ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് വല്ലപ്പോഴാണ് ഒരുമിച്ചിരിക്കാൻ പറ്റുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എടാ ഞങ്ങളൊന്ന് കുറച്ചു നേരം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കടലൊക്കെ കഴിച്ചിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന വീട്. ഐ സ്റ്റിൽ റിമെമ്പർ, ഐ മിസ് ഓൾ ദാറ്റ്. മേ ബി ഇനിയും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും വസന്താരിനെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദിനേശ്, നമ്മുടെ കാലന്റെ ചങ്കിന് ബർത്ത്ഡേ ആശംസകൾ. കാലന്റെ ചങ്കിന് ബർത്ത്ഡേ ആശംസകൾ. കാലന്റെ ചങ്ക്സ് ഇന്നാണ് ബർത്ത്ഡേ. ദിനേശ് വരാൻ പോകുന്നു. അഡ്വാൻസ് വിഷസ്. മോനെ ദിനേശ. കണ്ട, ദിലീപ് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് വന്നത്. ബാക്കി എല്ലാവരും ആഡിങ് ഇങ്ങനെ എഴുതി കാണിക്കുന്നേ ഉള്ളൂ, അവരൊന്നും വരുന്നില്ലല്ലോ. ഹിരോഷിമ വരുന്നല്ലോ. എനിക്ക് ആരെങ്കിലും അടുത്ത് സംസാരിക്കാൻ തോന്നുന്നു.
ഇവരൊക്കെ സംസാരിക്കില്ല, അവരോട് സംസാരിക്കും. ലൈവിൽ ഇങ്ങനെ വീഡിയോ. അത് ആടാവുന്നല്ലേ എന്തോ പ്രോബ്ലം. ആ കാലിക്കറ്റ് വീഡിയോ ഞങ്ങളുടെ അടുത്തല്ല. ആ വീഡിയോ കൊറേ പ്രാവശ്യം ചോദിച്ചു. കല്യാണം കഴിയുന്നവരെ ആൾക്കാർ ആ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ വീഡിയോ ഇട്ടിട്ടും ചോദിച്ചായിരുന്നു. അതെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ. അതെ, വേറെ ആരെയും ഇപ്പൊ ഇൻവൈറ്റ് ചെയ്യാം. കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളിങ്ങനെ ഓരോരുത്തരെയായിട്ട് ട്രൈ ചെയ്യാണ്. കോപ്പി പേസ്റ്റ് ഇഷ്ടം എന്ത് ഇട്ട മെസ്സേജ് എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കില്ല. എന്നെ ആഡ് ചെയ്യാമോ? അഹമ്മദ് അവരെന്നെ ഡിക്ലൈൻ ചെയ്യാൻ. നിങ്ങൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിക്ലൈൻ ചെയ്താൽ എങ്ങനെയാ? ശരി, അവരാണ് ഇപ്പൊ ചോദിച്ചത്. ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട് ഷെറിനെ. മോനെ ദിനേശ്, കം ഓൺ. ഹിരോഷിമ. ഹിരോഷിമ എല്ലാവരും. റോഷിമ എന്താ ഒരേ മെസ്സേജ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ആണ്? ആണോ? എന്താ മോളി? ഒന്നും കൂടി ട്രൈ ചെയ്തോണ്ടിരിക്കാണ്, അതും വരുന്നില്ല. നോക്കട്ടെ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. കുട്ടിയുടെ പേരെന്താ? ഹാപ്പി ബർത്ത്ഡേ കെസു. ഹായ്, ഹായ്. ഇതാരാണിത്? ഹായ്, നവാസ് എന്നാണ് പേരെന്റെ. നവാസ് എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഓഫീസിലാണ്, സൗദി അറേബ്യയിലാ ഉള്ളത്. ഓ, അതാണ് വെളിച്ചം. ഇവിടെ രാത്രിയായി. ഇവിടെ ഇപ്പോ എത്ര മണിയായി? വാച്ച് ഉണ്ടല്ലോ, 4:30 5 മണിയായിട്ടേ ഉള്ളൂ. 5 മണി. അപ്പൊ ഞങ്ങള് ഇവിടെ 8 മണി കഴിഞ്ഞു. നമ്മൾ 8 മണിക്കാണല്ലോ ലൈവ് തുടങ്ങി. ചേച്ചി എന്താ ഈ കണക്ട് ആവാത്തേന്ന് അറിയാവോ? ഫോൺ ഹൊറിസോണ്ടൽ ആക്കണം, എന്നാലേ കണക്ട് ആവൂ. വെർട്ടിക്കലി കണക്ട് ആവില്ല. ഓ, നമ്മള് റിക്വസ്റ്റ് അയക്കുന്നത്. ഓ, അപ്പം റിക്വസ്റ്റ് അയക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വേർട്ടിക്കൽ ആയിട്ട് ഫോൺ വെക്കരുത്, ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ ഫോൺ വെച്ചാലേ കണക്ട് ആവുള്ളൂ. ഒരു ഒരു ടിപ്സ് പറഞ്ഞു തരികയാണ് അദ്ദേഹം. അപ്പൊ ഇനി അങ്ങനെ ട്രൈ ചെയ്യൂ. പറഞ്ഞേ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? വിശേഷം ഇവിടെ പക്കാ ലോക്ക്ഡൌൺ ആയിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ. ഇപ്പം ഫുൾ ഓപ്പൺ, മോൾസ് ഒക്കെ ഓപ്പൺ ആയി. പിന്നെ എന്താണ്, ഞാൻ ഭയങ്കര ഒരു ഫാൻ ആട്ടോ രണ്ടുപേരുടെ. അവസ്ഥയൊക്കെ ഒരു രക്ഷയില്ല. അവിടെ മലയാളം ഫുഡൊക്കെ കിട്ടുമോ? അല്ല സോറി, കേരള. ഇവിടെ മലയാള ഫുഡ് കിട്ടുന്ന കാര്യം കൂടുതലും നമ്മള് ഇവിടെ സൗദി ഫുഡാ കിട്ടുന്നേ. മലയാള ഫുഡ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഹോട്ടൽസ് കുറച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറന്നു അവിടെ. റെസ്റ്റോറൻറ്റ്സ് തുറന്നിട്ടില്ല, അകത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ബാരിക്കേഡ് പോലെ കെട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാം. എന്തായാലും വേഗം തിരിച്ചു വരാൻ. ശ്രീനി ബ്രോ പറയൂ. ഇങ്ങനെ ഇതുപോലെ തന്നെയാണോ? ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ? വന്നാ പിന്നെ നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ ആങ്കറിനെ കെട്ടാൻ പാടില്ലേ? എന്റെ ജോലി. പക്ഷെ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പാവം. ബ്രോ അവിടെ എന്താ വർക്ക്? ഇവിടെ ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്. കോമഡിയാണ് കാര്യം, ഞാൻ പഠിച്ചത് BA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പക്ഷെ ഞാൻ ചെയ്യുന്ന അക്കൗണ്ടിങ്. അതില് കുറച്ച് ലിറ്ററേച്ചർ ഒക്കെ എഴുതി ചേർത്തോളൂ. പഠിച്ചല്ലേ? ഞാൻ പഠിച്ചതും മെയിൽസ് ഒക്കെ അയക്കാൻ വേണ്ടി എളുപ്പമാണ്. അക്കൗണ്ട്സിൽ ഒരാൾക്ക് ബില്ല് അയച്ചു കൊടുക്കുമ്പം ഷേക്സ്പിയറിന്റെ ഒരു ഡയലോഗും കൂടി അതൊക്കെ അയച്ചിട്ട് അങ്ങോട്ട് ബില്ല് അയച്ചാൽ മതി. അപ്പൊ അയാളിങ്ങനെ വാവ്, ഒരു പ്രചോദനം. എന്തായാലും ഭയങ്കര ഗ്രീൻസ് ആയി, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഡോണ്ട് വറി, ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഭയങ്കര കട്ട് ആവണു. അപ്പൊ നമുക്ക് അടിപൊളിയാക്കാം. സൂപ്പർ ആയിട്ട് ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ജോലി ആയിട്ടിരിക്കുക. ബൈ, സീ യു. ബൈ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇന്ന് വന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു.
പേളിക്ക് നല്ല ഇതുപോലെ അടിപൊളിയായിട്ട് സപ്പോർട്ട് തരിക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്കൊരു ഫാമിലി പോലെ നിങ്ങൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക്. ജ്യോതി ആന്റി വന്നിട്ടുണ്ട് ഇവിടെ. ജ്യോതി ആന്റി വിഷ് ചെയ്തു ഫോണില്. ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി വിഷ് ചെയ്തു, വോയിസ് നോട്ട് ഒക്കെ അയച്ചിട്ടുണ്ട്. അതെന്താ വായിക്കാൻ പറ്റുന്നില്ല എനിക്ക്. കേസുമ, കേസുമ അങ്ങനെയാണോ? അതെന്താ പേരെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, വണക്കം, സുസ്വാഗതം, നന്ദി. നന്ദി. ഓക്കേ, ബൈ. സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ചിൽ മാടി. യെസ്. ഓക്കേ, ടേക്ക് കെയർ, ബൈ.